ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കാഞ്ചീപുരം പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഏകാംബരേശ്വർ ക്ഷേത്രം. ഏകാംബരനാഥർ ക്ഷേത്രം, കാഞ്ചി ഏകാംബൻ തിരുക്കോയിൽ. 5 മൂലകങ്ങളായ പഞ്ചഭൂതസ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഭൂമിയുടെ മൂലകം അല്ലെങ്കിൽ പൃഥ്വി എന്നിവയുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായതിനാൽ ഇത് ശൈവമതത്തിലെ ഹിന്ദു വിഭാഗത്തിന് പ്രാധാന്യമുള്ളതാണ്. ശിവനെ ഏകാംബരേശ്വരർ അല്ലെങ്കിൽ ഏകാംബരനാഥർ അല്ലെങ്കിൽ രാജലിംഗേശ്വരം ആയി ആരാധിക്കുന്നു. കൂടാതെ ലിംഗം പൃഥ്വിലിംഗമായി പ്രതിനിധീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി പാർവതിയെ ഇലവർ കുഴലിലായി ചിത്രീകരിച്ചിരിക്കുന്നു. 7-ാം നൂറ്റാണ്ടിലെ തമിഴ് ശൈവ കാനോനിക കൃതിയായ തേവാരത്തിൽ നായനമാർ എന്നറിയപ്പെടുന്ന തമിഴ് സന്യാസി കവികൾ എഴുതിയതും പാടൽ പെട്ര സ്ഥലം എന്ന് തരംതിരിച്ചിരിക്കുന്നതുമായ ദേവതയെ ആരാധിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന 4 കവാട ഗോപുരങ്ങളിൽ ഒന്നാണിത്. ഏറ്റവും ഉയരം കൂടിയത് 11 നിലകളും 192 ഉയരമുള്ള തെക്കൻ ഗോപുരവുമാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. ക്ഷേത്രത്തിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അവയിൽ ഏകാംബരേശ്വരൻ്റെയും വിഷ്ണു ക്ഷേത്രമായ നിലത്തിങ്കൽ തുണ്ടം പെരുമാൾ ക്ഷേത്രങ്ങളാണ് ഏറ്റവും പ്രധാനം. ക്ഷേത്ര സമുച്ചയത്തിൽ നിരവധി ഹാളുകളുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായത് വിജയനഗര കാലഘട്ടത്തിൽ നിർമ്മിച്ച 1000 തൂണുകളുള്ള ഹാളാണ്. ക്ഷേത്രത്തിൽ പുലർച്ചെ 3:30 മുതൽ രാത്രി 4 വരെ വിവിധ സമയങ്ങളിലായി 6 ദൈനംദിന ആചാരങ്ങളും അതിൻ്റെ കലണ്ടറിൽ 12 വാർഷികോത്സവങ്ങളുമുണ്ട്. തമിഴ് മാസമായ പങ്കുനിയിൽ 13 ദിവസം ആഘോഷിക്കുന്ന പങ്കുനി ഉത്രം ഉത്സവമാണ് ക്ഷേത്രത്തിലെയും പട്ടണത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. ഇപ്പോഴത്തെ കൽപ്പടി നിർമ്മിതി 9-ാം നൂറ്റാണ്ടിൽ ചോള രാജവംശത്തിൻ്റെ കാലത്താണ് നിർമ്മിച്ചത്. എന്നാൽ പിന്നീടുള്ള വിപുലീകരണങ്ങൾ വിജയനഗര ഭരണാധികാരികളുടേതാണെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ പരിപാലനവും ഭരണവും തമിഴ്നാട് സർക്കാരിൻ്റെ ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പാണ് നടത്തുന്നത്. നഗരത്തിലെ ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം.